അശോക് ഹായ്, രമേശ് ഹായ്. ഹായ് ഫ്രണ്ട്സ്. സതീഷ് ഹായ്, മുഹമ്മദ് ഏട്ടാ ഹായ്, സുരേഷ് ഏട്ടാ ഹായ്, മഞ്ജു ഐ ലവ് യു എന്ന് என்ன சொல்கிறான். கலை செல்வம் எப்படி இருக்கிறீங்க? அருண் ஹாய் அக்கா, கோவிந்தம், മഞ്ജു, ഉമാർ ഹായ്. ലിജോ ഏട്ടാ ഉറക്കം ഒന്നുമില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇപ്പം തന്നെ വന്നത്. നോബിൻ ഏട്ടാ ഹായ്. മനോജ് ഐ ലവ് യു ഹായ്. സജനേട്ടാ, മുരുകൻ ഹായ്, വെരി നൈസ്, ഗുഡ്, ഓക്കെ. മനു, മഹേഷ് ഹായ്. സുകുമാർ, കണ്ണൻ, മുത്തുകുമാർ ഹായ്, ഹൗ ആർ യു? ഫൈൻ. രമേഷ്, മനോജ് ഹായ്. சாப்பிட்டீங்க நீங்கள் சாப்பிட்டீங்களா? ഹായ്. പ്രവീൺ ഏട്ടാ ഹലോ. കണ്ണൻ ഹായ്, ഭക്ഷണം കഴിച്ചോ? സുധീർ, ഷോഗ് ഐ ലവ് യു. നിങ്ങൾ താങ്ക് യു. മനു, മുരുകൻ, മനോജ് ഹായ് ചേച്ചി. കഴിച്ചോ? കുമാർ, സെന്തിൽ കുമാർ, അരുൺ മാരേജ് അയച്ച മാരേജ് അയച്ച്. ഗോവിന്ദൻ, പൊന്നും മിന്നും ഒറ്റപ്പാലം ഐ ലവ് യു. സുകുമാരൻ, സതീഷ് പ്ലീസ് ഫോൺ നമ്പർ. സെന്തിൽ കുമാർ, പ്രകാശ് ഹലോ. വെറുതും മുട്ട பண்ணலாம் என்னது வேற என்ன சொல்கிறாங்க. അഭികുമാർ, അരുൺ. ഉച്ചയ്ക്ക് കുഴപ്പം എന്തെങ്കിലും? സജനേട്ടാ ഒരു കുഴപ്പമില്ല. മുഹമ്മദ് വെരി ബ്യൂട്ടി. മണി സോ ക്യൂട്ട്. ഉമാർ, ഗണേഷ്, വെയില് ഇല്ല ഏട്ടാ. സാജനേട്ടാ ഭക്ഷണം കഴിച്ചേട്ടാ? സാജനേട്ടാ സുഖല്ലേ? വിജയ്, ആനന്ദ് ഹായ്, ഗുഡ് ഈവനിങ് പപ്പാ. മുത്തുകുമാരൻ, ഗുഡ് നൈറ്റ്, ലവ് യു ഡിയർ. സെന്തിൽ കുമാർ, സത്യ, രത്നവേല്, സെന്തിൽ കുമാർ, മുസ്തഫ ഹായ്. മണി ഹായ് അക്ക. ഹായ് മുസ്തഫ ഏട്ടാ ഹായ് ടോ. സുന്ദർ, എന്തോ പറയുന്നു വിശേഷം? നല്ല വിശേഷം സുന്ദർജി ഏട്ടാ. മണി ഹൗ ആർ യു? ഫൈൻ. അനിൽകുമാർ ഹായ്. അനിത പാലയിൽ നിന്നാണ്. ഓക്കെ ഏട്ടാ. രാജീവാണ്, ഗുഡ് നൈറ്റ്. പോവാണോ രാജീവ് ഏട്ടാ? അൻസർ മുഹമ്മദ്, ഇന്നെന്താ ഫുഡ്? ചോറാണ്. ചോറ്, വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി. സന്തോഷ് ഹായ്. ബിനോയ്, നീ കഴിച്ചു? ഞാൻ കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചു ഏട്ടാ? ബിനോയ് ഏട്ടാ. മുരുകേശൻ ഹായ്, ഗുഡ് നൈറ്റ്. സുരേഷ് ഏട്ടാ ഹായ്, ഗുഡ്. രത്നവേല്, ശ്രീധർ സ്വീറ്റ്, മധുരൈ, സെന്തിൽ കുമാർ, നിയാസ് ഹായ് അക്ക. ഹായ്. ശ്രീരാമൻ യാ. മഞ്ജു, തങ്കദുരൈ, മാരേജ് അന്നമ്മോ പറയാട്ടാ. ഇന്നെന്താ ഫുഡ്? ചോറ്. ഭക്ഷണം കഴിഞ്ഞു, ഫ്രീ ആയി. കുഞ്ഞു ഉറങ്ങിയോ? ഉറങ്ങി മനോജേട്ടാ. സാജനേട്ടൻ ഫ്രീ ആയി അല്ലേ? ഹായ്. തങ്കച്ചി, പൊന്നും മിന്നും ഒറ്റപ്പാലം. ഓക്കെ. മുനിയസ്വാമി, ഭക്ഷണമൊക്കെ കഴിച്ചോ? വയലറ്റ് കളർ നന്നായിട്ടുണ്ടോ? മോന് ഉറങ്ങിയേട്ടാ. ആരോഗ്യ ജോൺ, മോന് ഉറങ്ങി. ശ്രീരാമേട്ടാ ലവ്. പിന്നെ പാലക്കാട് നെമ്മറ വേലയ്ക്ക് പോകുന്നില്ലേ? ഇല്ല ഏട്ടാ. ദീപു മഹാരാജ്, മണി ഹിന്ദിയാണല്ലേ? രത്നവേല്, പൂജ ഹായ്, ഗുഡ് നൈറ്റ്. മനോജ് ജോസ്, ഡ്യൂട്ടിയാണ് ചേച്ചി. അയ്യോ സാജനേട്ടാ, ചൂടായത് കൊണ്ടാന്നോ? എന്താ ചോദിച്ചിട്ട? വലിയ സെലിബ്രിറ്റി ആയി
നമ്മളെ കണ്ണു കാണുന്നില്ല, കുഴപ്പമില്ല. മണികണ്ഠേട്ടാ, ഇടി ഇടി, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. പ്രവീൺ, മൊത്തത്തിൽ നീല കുറിഞ്ഞു മുത്താണോ? പ്രവീണേട്ടാ. പുഷ്പരാജ സൂപ്പർ ബ്യൂട്ടിഫുൾ. ഫൈസൽ ഗുഡ് നൈറ്റ്. ശ്രീരാമൻ ഗുഡ്. മനോജ് ജോസ് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഓക്കെ. സുരേഷ് ഏട്ടാ നമസ്കാരം. ഊണ് കഴിച്ചേട്ടാ? ഏട്ടന് സുഖമല്ലേ? സുഖമല്ലേ ഏട്ടാ? ജെറിൻ റോജ ഇപ്പോൾ എത്തും. പൊന്നും മിന്നും ഒറ്റപ്പാലം. ഹസ്ബൻഡ് എന്താ പറയുന്നു? അല്ല ആനന്ദിക്ക് മനസ്സിലായി. അല്ല ആനന്ദിക്ക് മനസ്സിലായി ഞാൻ ഫ്രീ ആയി എന്ന് പറഞ്ഞപ്പോൾ ചൂടായത് കൊണ്ടാണോ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ശ്രീരാമൻ തങ്കദുരൈ. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഹൗസ് നമസ്കാരം അനിൽകുമാരേട്ടാ, നമസ്കാരം. ജ്യോതിമണി അനിത, യുവർ ഫേസ് ആൻഡ് വോയിസ് വെരി വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു ജ്യോതിമണി. റോബിൻ റോയ് ഹായ്. സുരി ബാബു പ്രവീൺ ചോറ് കഴിച്ചോ? സ്വാമി അർജുൻ ബ്യൂട്ടിഫുൾ മാഡം. രാജ ഹലോ. വെയിൽലെസ്. പിന്നെന്താ വിശേഷം പറയും ഫ്രണ്ട്സ്? സുഖമല്ലേ? ഭയങ്കര ചൂട് കേട്ടോ. ചൂട് കൊണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഡണ്ടൻ. ഹലോ. മേട്ടുപാളയം ഒക്കെ വരാറുണ്ടോ? ഇല്ല ഏട്ടാ. പാണ്ഡ്യൻ ഗുഡ് നൈറ്റ്. മുത്തു ഗോവിന്ദ് ഹലോ. അനിത ഹായ്. സാപ്പിട്ടീங்களா? മുനിയസ്വാമി ഹായ്. മുഹമ്മദ് ഒരു പാട്ട് പാടാലോ? വെരി വെരി ബ്യൂട്ടിഫുൾ അനിത, താങ്ക് യു. സെൽവരാജ് ശ്രീരാമൻ മൈ വില്ലേജ്. ഓക്കെ. സെന്തിൽ കുമാർ ഗുഡ് നൈറ്റ്. ലൈവ് വീഡിയോ നൈസ്. രാമദുരൈ ഐ ലവ് യു സോ മച്ച്. ജ്യോതിമണി യുവർ ഹെയർ സ്റ്റൈൽ സൂപ്പർ. കോഴിക്കോട് പറമ്പിൽ ബസ്സർ വരണം. വരട്ടാ. മണി സാപ്പിട്ടീங்களா? വീട്ടമ്മയാണ്. പക്ഷേ സെലിബ്രിറ്റി ആണോ? സത്യം അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയട്ടെ? എനിക്കറിയില്ല കേട്ടോ. സെലിബ്രിറ്റി എന്താണെന്ന് എനിക്കറിയില്ല മണികണ്ഠേട്ടാ. എന്താ ഈ സെലിബ്രിറ്റി? പറയട്ടെ മണികണ്ഠേട്ടൻ പറയും. എന്താണ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശിവരാജ് ഹായ്. സുന്ദരജ് ഓക്കെ. കഴിച്ചു വരാം. ഓക്കെ, കഴിച്ചിട്ട് വരും. ഫ്രീ ആകല്ലേ ചൂട് കൂടുമ്പോഴൊക്കെ. ചൂട് കൂടിക്കോട്ടെ. സെന്തിൽ കുമാർ കുറെ ബീരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്നും ലൈവിൽ വന്നാൽ ഒട്ടം വല്ല ഉണ്ടോ? സത്യം അല്ലെങ്കിൽ എന്നും ലൈവിൽ വന്നാൽ വല്ല നേട്ടം വല്ല ഉണ്ടോ? സത്യം അല്ലെങ്കിൽ പറയും. എനിക്ക് നേട്ടം പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ? കഴിച്ചലവിനുള്ള പൈസ കിട്ടും. സെന്തിൽ കുമാറും പിന്നെയും ചിരി കാണാൻ വളരെ സൂപ്പറാണ്. താങ്ക് യു ഏട്ടാ. സംതിങ് സ്പെഷ്യൽ വാട്ട് അനിത? ജോബിയും തോന്നിയില്ല. സാപ്പാട് கத்திரிக்காய் രസം. டின்னர் ஓவர். சாப்பிட்டீங்க? மணி சாப்பிட்டீங்களா? நீங்கள் சாப்பிட்டீங்களா? நான் சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? கோபிந்த் 1 டைம் ஸ்மைல். நான் எப்போவுமே சிரிச்சு தான் இருக்கிறீங்க. உங்களுக்காக ஸ்பெஷலாக சிரிப்பு. ஓகே. வீரா அழகாக ஸ்மைல் பண்ணுறீங்க. அப்படிங்களா? தேங்க்யூ. சாரிப்பா, எனக்கு நோட்டிஃபிகேஷன் வரலப்பா. அதான் ஒரு லைவ் மிஸ் பண்ணிட்டேனா, அதான் சாரிப்பா. எனக்கு அதான் ராம்குமார் தமிழ் சாங் பியூட்டிஃபுல் வாய்ஸ். ஐ லைக் யூ. காமராஜ் குட். ഗോവിന്ദ് ടുഡേ ഡിഫറെൻറ്റ് ഫേസ് ലുക്ക് അനിത. താങ്ക് യു. ജ്യോതിമണി പിന്നെ പറയും. എന്താണ് നമ്മുടെ രാധേട്ടനെ കാണുന്നില്ല? രാധേട്ടാ എവിടെ പോയി? നീയപ്പൻ
രാവിലെ കാണാം. ഓക്കെ ഏട്ടാ സജേട്ടാ, സോറിപ്പാ എനിക്ക് നോട്ടിഫിക്കേഷൻ വരലേപ്പാ. ഷോ ശ്രീരാമൻ ബ്യൂട്ടിഫുൾ വോയിസ് സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. തങ്കരാജ്, മല്ലി, വിനു, ഗോപാൽ ഹായ്, മണി ഹായ്, സാജൻ ബ്രോ, നിതീഷ് ക്യൂട്ട്, പ്രവീൺ. ജലദോഷം കുറഞ്ഞോ? ജലദോഷം ഇല്ല, അതങ്ങനെ ഞാൻ പറഞ്ഞു. ഡിന്നർ കംപ്ലീറ്റ് സാപ്പിട്ടിങ് ഗോവിന്ദ്. ജലദോഷമൊന്നും ഇല്ല. സാമ്യ കുമാർ ഫേസ്ബുക്ക് എവിടെ ഉണ്ടോ അവിടെ താൻ അറിയപ്പെടുന്നില്ലേ? എന്താ ചെയ്യാം. ഇന്ന് ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ആരാണെന്നറിയില്ല. എന്താണ് അവർക്ക് ജോലി? ഏട്ടാ സാജനേട്ടാ, നമ്മൾ ഇവിടെ പോയില്ലേ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് കൂടെ പോകുമ്പോൾ ഒരു ഏട്ട എന്തോ പറഞ്ഞത്. അവർക്ക് എന്താണ് ജോലി? ഇതിലല്ലേ സുസുക്കിയില്ലേ ഏതോ ജോലി ചെയ്യുന്നവരേട്ടെ, എവിടെയോ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മണി ആർക്കും വരില്ലപ്പാ. ഗോവിന്ദ് ഗുഡ് നൈറ്റ്. അനിത സ്വീറ്റ് ഹാർട്ട്, അനിത സ്വീറ്റ്. ഓക്കെ, ഇതാണ് സൗണ്ട്. ഞാൻ വിചാരിച്ചു ജലദോഷമായിരുന്നു. ഇതാണ് സൗണ്ട്. ജലദോഷമായ പോലെ ഉണ്ടല്ലേ, പക്ഷെ ഇതാണ് കേട്ടോ എൻ്റെ സൗണ്ട്. അതേട്ടാ കൊട്ടേക്കാട് താമസം മാറിയോ? തന്നെ ഇതാണ് സൗണ്ട്. ഓക്കെ. രാജു ലൈക്ക് ലോട്ട് ഓഫ് മണി, വീര മലയാളം ആൻഡ് തമിഴ്, കന്നഡം പഠിച്ച് സോക്കി ഫോട്ടോ സൂപ്പർ. പളനി പ്രിയ ഹലോ ഡിയർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സൗണ്ട് മാറിപ്പോയി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല ഏട്ടാ, ഇല്ല. കലൈ സെൽവൻ ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് അനിത ഗുഡ് നൈറ്റ്. അതാ പറഞ്ഞ് സെലിബ്രിറ്റി താനാ ശരിയല്ലേ, താൻ ശരിയല്ലേ, അതാ പറഞ്ഞു. എന്തോ കേട്ടാ. സന്തോഷ് കുമാർ എവിടെയാണ്? വീട്ടിലേട്ടാ. എന്തായാലും ചൂടല്ലേ, സംസാരിച്ചിരിക്കാം. അതെ. ഗണേഷ്, ജഗൻ, ഈശ്വരൻ, വെരി നൈസ്. ഓക്കെ. രത്നവേല്, നിങ്ങൾക്ക് തന്നെ ഇതിൽ പ്രകാശ്, രാജസെൽവി. ഉറങ്ങാറായില്ല, ഇപ്പോഴാണ് വന്നത്. ചോറൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉറങ്ങി, അപ്പം വന്നു. ഇന്നാണ് എത്ര സന്തോഷം. ഒന്നുമില്ല, ഡിന്നർ കഴിച്ചു കേട്ടാ. കുമാർ, യു ആർ സോ സ്മൈൽ ആൻഡ് എഫക്റ്റീവ്. ഗണേഷ്, മൈ നെയിം ഗണേഷ്. ഓക്കെ. ഷാജി ഫുഡ് കഴിച്ചു. സുധീരേട്ടാ ഹായ്. സുധീരേട്ടാ. ശിവാനന്ദ് ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. പ്രകാശ്, ശ്രീകുമാർ, കുട്ടി പറയോ. നട്രാജൻ ലവ് യു. അനിത സുഖമാണോ? സുഖമായിരിക്കുന്നു. നിഹാസ് ഏട്ടാ എവിടെ? സാജനേട്ട എന്താ കഴിച്ചത് വൈകുന്നേരത്ത്? കുട്ടികൾ ഉറങ്ങി, ഭർത്താവ് സൈഡായി. എപ്പോഴും ഈ ചിരി മുഖത്തോട് കൂടി കാണണം. ഓക്കെ ഏട്ടാ. അനൂഫ് ഏട്ടാ. ഓക്കെ. ഹായ് നിനാസർ ഏട്ടാ. അവരെനിക്ക് കേക്ക് തരുന്നുണ്ട്. അവൻ്റെ പേര് വായിക്കട്ടെ. സഡു. അയ്യോ, പല്ലി. നട്രാജൻ ലവ് യു. നസറേട്ടാ സുഖമല്ലേ ഏട്ടാ? ആറുമുഖം വേൽ ഹായ് ചെല്ലാം. ഇന്നലെ വന്നില്ല നസറേട്ടൻ, സാപ്പിട്ടിങ്ങളാ? മുരുകൻ വെരി നൈസ് ടു യു. ഗണേഷ് ഹിന്ദി. ബോലോ. സുധീർ ഏട്ടാ പറയേട്ടാ. ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചാ? കേശവൻ സൂപ്പർ ക്യൂട്ട്. ഉറക്കമില്ലേ മാഡം? ഉറക്കമുണ്ട് മുഹമ്മദ് ഏട്ടാ. ഫുഡ് കഴിക്കാൻ പോയി. അതെ അല്ലേ, ഇന്നലെയോ? ഷാജി, പാലക്കാട് എവിടെയാ വീട്? പാലക്കാട് തന്നെ. ഞാൻ എവിടെ പറഞ്ഞു? കൊട്ടേക്കാട്. എവിടെ പറഞ്ഞത്? ഓള് കഴിച്ചു. ഞാൻ കഴിച്ചു. എന്താണ് സ്പെഷ്യൽ എന്ന്? ചോറ് കേട്ടാ, ചോറ്.
വഴുതനങ്ങ ഉപ്പേരി വെച്ചു, രസമുണ്ട്, തക്കാളി രസം. പിന്നെ ഞാൻ രാവിലെ തന്നെ സാമ്പാർ വെച്ചു, അഡ്ജസ്റ്റ് ചെയ്തു. അമ്പിളി ഇന്ന് ഹാപ്പി ആയി അല്ലേ? അതേ ഏട്ടാ, സാജൻ ഏട്ടാ. വിനീഷ് കുമാർ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ വിനീഷ് ഏട്ടാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഹായ്, ഗുഡ് നൈറ്റ്. സുഖമാണോ മോളെ? സുഖമായിരിക്കുന്നു നാസറേട്ടാ. അവിടെ എങ്ങനെയാണ്? മഴയാണല്ലേ? ഗണേഷ് ഹിന്ദി. രാജു മൊബൈൽ ശരിയായോ? ശരിയായി ഏട്ടാ സുധീരേട്ടാ. സുഖം. ഓക്കെ. സെൽവകുമാർ, ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷെ സൂക്ഷിക്കുക മണികണ്ഠൻ ഏട്ടാ. ഓക്കെ ഏട്ടാ. ഇതെന്താ അത്? ബിനീഷ് ഏട്ടൻ കേക്കോ ബിസ്ക്കറ്റോ ഐസ്ക്രീമോ? ഓ വേറെ ലെവല്. എനിക്കാണോ? എനിക്ക് കേക്കൊന്നും വേണ്ട, ഐസ്ക്രീം ഓക്കെ. ഇന്നലെ പുറത്തു പോയി. ഇന്നലെ അല്ലേ? ശരി ശരി. ഓക്കെ. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് ആരൊക്കെ വരുന്നു, എന്താണ്. ഇവിടെ നമ്മുടെ JP ഏട്ടനെ കാണുന്നില്ല, സുരേഷ് ഏട്ടനെ കാണുന്നില്ല, ബിജീഷ് ഏട്ടനെ കാണാനില്ല. ഗണേഷ് വെരി ഗുഡ് യു. അശോക്, ടെറി ഏട്ടനെ കാണുന്നില്ല. ചോറ്, അച്ചാറ്, മുട്ട ഓംലേറ്റ്. സൂപ്പർ ഏട്ടാ. സാജൻ ഏട്ടാ. വാസു ഹായ്. ഭക്ഷണം കഴിച്ചു ഏട്ടാ? കഴിച്ചു. പിന്നെന്താണ് പറയേ? കാലിൽ ചെറുതായിട്ട് മുറി തട്ടി, ഇന്നലെ തട്ടിയതാണ് കേട്ടോ. പിന്നെ വേദന. പിന്നെ മെല്ലെ മെല്ലെ. സജൻ ഏട്ടാ. ആരാ അമ്പിളി? ഉച്ചയ്ക്ക് ലൈവിൽ കണ്ടില്ലേ? ട്യൂഷൻ ടീച്ചർ. ഇപ്പോൾ വരാം 10 മിനിറ്റ്. ഓക്കെ സുധീരേട്ടാ, പോയിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. ഊട്ടിയിൽ വരുന്നുണ്ടോ? ഊട്ടിയിലൊന്നും വരുന്നില്ല ഷാജി ഏട്ടാ. മുരുകൻ, ടുഡേ നൈസ് ഡ്രസ്. താങ്ക് യു. എൻ്റെ ഡ്രസ്സിൻ്റെ കളറ്, പക്ഷെ കമ്മൽ അതിൻ്റെ മാച്ചായിട്ട് കിട്ടിയില്ല, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മോളോട് ഫോട്ടോ കിട്ടിയോ? ഞാൻ ഇട്ടു തന്നിരുന്നു. അതെല്ലേ? ഞാൻ കണ്ടില്ല ഏട്ടാ. അൻഷു, ജെറിൻ ബ്രോ എങ്കിൽ കാണോ? തെരിയില്ല മണി. വാസു, എന്താണ് സ്പെഷ്യല്? കാലിന് എന്തു പറ്റി? അതന്നെ, ബാത്റൂമിൻ്റെ വാതിലിങ്ങനെ അടച്ചിട്ട് ബാക്കിൽ നമുക്ക് ഒരു കാല് മുന്നിലേക്ക് വെച്ചിട്ട് രണ്ടാമത്തെ കാല് അതിൽ താഴെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വാതിലിനെ അടച്ചപ്പോൾ ആ വാതിലിൻ്റെ ഓരോ സാധനം ഉണ്ടല്ലോ താഴത്തെ ഓരം, അതങ്ങനെ തട്ടി ചടക്കണം. ഓ, കണ്ണിൽ നിന്ന് അങ്ങോട്ട് പൊന്നീച്ച് പറന്നു പോയി. കുഴപ്പമില്ല അമ്പിളി. ഓ റിങ്ങും ഉണ്ടായിരുന്നു. ജെറിൻ ഇപ്പോൾ വരും. ഓക്കെ. മണി, മെയ് മന്ത് കൊടൈക്കനാൽ വരുവീங்களா? ഇല്ല. ഇപ്പം കൊടൈക്കനാൽ നീങ്ങി പോയിട്ട് വാങ്ങുന്നത്. വീണോ? ഇല്ല. കാലിന് ഞാൻ വാതിലടച്ചൊന്ന് അങ്ങനെ അടച്ചതും മറ്റേ കാലെടുത്ത് മൂളി വെക്കാൻ മറന്നുപോയി. ചെറുക്കനെ തട്ടി. കുഴപ്പമില്ല. വാതിലിന് എന്തെങ്കിലും പറ്റിയോ? എന്താ ചെയ്യുക, കാലിനാണ് പറ്റിയത്. ശരിയാകും എന്ന് പ്രതീക്ഷയോടെ. അപ്പം എന്നാണ് വേദനിക്കുന്നത്? ഇന്നലെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്ന് എന്തോന്നറിയില്ല, അത് വലിയുന്നു. ഇപ്പോൾ വേദനയുണ്ട്. അത് ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏട്ടാ. ഇന്ന് കുറച്ച് ചോരയൊക്കെ പോയി. ഇല്ല, ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഭാഗ്യം. മാരേജ് കഴിഞ്ഞു ഏട്ടാ. രഞ്ജിത്ത് PKD പാലക്കാട്. എവിടെയാണ് ഏട്ടാ? രമേശ് ഹായ്, ഗുഡ് നൈറ്റ്. അസീസ്, അങ്ങനെ മറക്കരുത്. അസീസ് ഏട്ടനെ എന്തിനാ മറക്കണം? ഞാൻ പറയും. വിനീഷ് കൊല്ലണ്ട. ദുറായി എന്താ പറയും. കളിയാക്കാനേ. ആംബുലൻസ് വിളിക്കണോ? അതാ. ഹായ് മുഹമ്മദ്, ചിരിക്കുമ്പോൾ ഭംഗി. അതല്ലേ? ശരിയാ. നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചിരിയാ. എപ്പോഴും ചെറുതിൽ തന്നെ ചിരി കൊണ്ടാണ്. ഗണപതി, ഗുഡ് നൈറ്റ്. കാല് മുറിച്ച് കമന്റ് വരുമോ ഏട്ടാ? എന്താ ഏട്ടാ പറയുന്നത്? സാജനേട്ടാ. ഹലോ, സുഖമായിരിക്കുന്നു. രമേശ് ബ്യൂട്ടിഫുൾ. എവിടെ രാധേട്ടൻ? എവിടെ രാധേട്ടാ? കാണുന്നില്ലല്ലോ. ഇന്ന് നാസറേട്ടൻ ഭക്ഷണം കഴിച്ച? എന്താണ് ഇന്ന് സ്പെഷ്യൽ? രമേശ് ബ്യൂട്ടിഫുൾ. സോറി.
ദിനേശ് ഗുഡ് നൈറ്റ്. എവിടെ പോയി? രാധേട്ടനെ കാണുന്നില്ല. വിളിക്കേട്ടാ. ബിനീഷ് ചേട്ടൻ വിളിച്ചിട്ട് വരും, എപ്പോഴേ വരുള്ളൂ. എന്താ അത്? രാധേട്ടോ, എൻ്റെ അടുത്ത് പിണങ്ങാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നാഗകൃഷ്ണ ബ്ലൂ, ഐ ലവ് യു. ബ്ലൂ, വയലറ്റ് ആണ് കേട്ടോ. രാജ ഗുഡ് നൈറ്റ്. എന്നിട്ട് അമ്മേ കാലിന് ഓർത്തി വെച്ചു. എന്താണ് പിന്നെ ഒന്നും മിണ്ടാത്തേ? അതെന്തേ കിളിപ്പിന്നെ? മണക്കും മല്ലിക. രാധാ ജെറിൻ പ്ലീസ് ഓൺ ദ സ്റ്റേജ്. രാധേട്ടൻ ജെറിൻ പ്ലീസ് ഓൺ ദ സ്റ്റേജ്. പ്രവീൺ, പാലക്കാട് മഴയില്ല. പാലക്കാട് മഴയുണ്ടോന്ന് അറിയില്ല പ്രവീണേട്ടാ. ജയകുമാർ, നീങ്ക കൃഷ്ണ, ലുക്കിംഗ് നൈസ് വോയിസ്. ശുഭരാത്രി അനുക്കുട്ടി. ഓക്കെ ചേച്ചി, ശരി, നാളെ കാണാം. ഓക്കെ ഏട്ടാ. കൃഷ്ണ ഹലോ. നൈസ് ലുക്കിംഗ്. ഓക്കെ. വയലറ്റ് കൊള്ളത്തില്ല പ്രവീണേട്ടാ. അയ്യോ, മരുമോളുണ്ടല്ലോ, അതാകും. പിന്നെ എനിക്ക് ഇന്ന് നെറ്റ് ഇപ്പോൾ തീരും. 100 MB ബാക്കിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്താണ് കേട്ടോ? ശരി, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. പോയി ഉറങ്ങിക്കോളെ. എന്നാലും എത്ര നെറ്റ് തീർത്ത് വെച്ചിട്ട് സിന്ദൂരം തൊട്ടാൽ നന്നായിരിക്കും. ഇട്ടിട്ട് വെറ്റേ പോയതാണ്. ഉണ്ട്, ഇതാ കണ്ടോ. സെന്തിൽ കുമാർ, ഹായ് അനി. വയലറ്റ് ചുരിദാർ സൂപ്പർ ഡാ. ഓക്കെ, നല്ല പാട്ട്, സൂപ്പർ. മനോജ് ജോസ്, ഹായ് ജെറിൻ. നിങ്ങൾക്കൊക്കെ കാണുന്നു, എനിക്ക് കാണുന്നില്ലല്ലോ. എവിടെ ജെറിനേട്ടൻ? കാണുന്നില്ല. എല്ലാവരും പറയുന്നു, എനിക്കൊരു ഹായ് ഒന്നും തരുന്നില്ല. ഇടയ്ക്ക് തനിക്ക് പണി തരുന്നു അല്ലേ? ഇടയ്ക്ക് തനിക്ക് പണി തരുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലോ സിന്ദൂരം. അതെ. ഹായ് അനിത. ഹായ് ഏട്ടാ. ഹായ് ജെറിനേട്ടാ. വിനോദ് കുമാർ, പാട്ട് വേണ്ട. അതന്നെ. മണിമാരൻ, സാപ്പിംഗ്ല ജെറിൻ ബ്രോ. വിനീഷ് കുമാർ, ഹായ് വിനീഷ് ചേട്ടാ. മനോജ് ജോസ്, സെന്തിൽ കുമാർ, ദുരൈരാജ്. ഇപ്പൊ വരും. യാറ്. ഹായ് ഗഫൂരട്ട. ഹായ് സെന്തിൽ കുമാർ. അനിയോ സ്റ്റിക്കർ പൊട്ട് നൈസ് പാ. താങ്ക് യു. ടീച്ചറെ പോലെ കണ്ണാടി വെക്കണം സാമ്പാർ. പിന്നെ ഞാൻ വെക്കില്ല. മണിമാരൻ, മന്ത് വയലറ്റ് ആയിരിക്കും സൂപ്പർ ആയിരിക്കും. കമ്മൽ വയലറ്റ് ആയിരുന്നു സൂപ്പർ. അത് കമ്മലില്ല കേട്ടോ വയലറ്റ്. പാട്ട് പാടില്ല മുഹമ്മദായിട്ട്. അനീഷ അറിയാമോ? അനീഷേട്ട പറയേട്ടാ. നിഷാമ, സെന്തിൽ എന്താ പറയുന്നേ? അനിയു ജിമിക്ക് കമ്മൽ സൂപ്പർഡാ. ഓക്കെ, താങ്ക് യു. ഹായ് മണി ബ്രോ, ചാപ്റ്റോ. മുത്തും മുരുകൻ, യു ആർ ലവ്ലി, സൂപ്പർ ക്യൂട്ട്. കന്നഡ വാങ്ങാറായി. ദൈവമേ ഇല്ല കേട്ടാ. തലയാണ്. എനിക്ക് കണ്ണൊക്കെ കാണുന്നുണ്ട്. കണ്ണ് കാണാത്ത കുഴപ്പമൊന്നുമില്ല. ഗുഡ് നൈറ്റ് എന്താ. സെന്തിൽ കുമാർ, ഹായ് അനി. ടുമോറോ ഗ്രീൻ സാരി കട്ടുമോ? ഓക്കെ, കട്ടുവേ. ടീച്ചറെ കണ്ടുകൊണ്ട് രാധേട്ടൻ ഇന്ന് വന്നില്ല. അതോ കോസ്റ്റ്യൂം സമയം ഇருக்கு. ഒന്ന് വിളിച്ചിട്ട് വരും ബിനീഷ് ചേട്ടാ. രാധേട്ടന് ഗുഡ് നൈറ്റ്. രാധേട്ടൻ ലൈവിലില്ലാണ്ട് നടക്കുന്നില്ല കേട്ടോ. ഗഫൂറേട്ടാ, ഹായ്. കഴിച്ചു കേട്ടാ. എന്ത് കുട്ടി ഉദയനേട്ടാ, സുഖമല്ലേ? ഭക്ഷണം കഴിച്ചു കേട്ടാ. അന്നില്ല. അതന്നെ നാസറേട്ടാ. എവിടെ പോയി രാധേട്ടാ? എവിടെ പോയി? കാണുന്നില്ലല്ലോ. വിളിച്ചിട്ട് വരേ രാധേട്ടന്. കുറച്ചും കൂടെ റെസ്റ്റ് ആവാമായിരുന്നു.
ജാഫർ ഹായ്. സെന്തിൽ കുമാർ എന്താ അങ്ങനെ പറഞ്ഞേട്ടാ? അൻസു ഓക്കെ. ചേച്ചി തിരക്കാണ്, ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഗുഡ് നൈറ്റ്. ഓക്കെ മനോജ് ജോസ് ഏട്ടാ. ജോസഫ് മനോജ് ചേച്ചി എന്നല്ല പറഞ്ഞ. മൊത്തത്തിലൊരു ഉജാലമയം. ഉജാല എത്ര കട എത്ര ഉണ്ട് തുടങ്ങി ഏട്ടാ. ഞാൻ ഉച്ചയ്ക്കാണ് പറഞ്ഞു കേട്ടാ. ഇത് പറ്റില്ല കേട്ടോ, എന്നെ മൂഡ് ഓഫ് ചെയ്യാൻ വേണ്ടി പറയാണെന്ന് മനസ്സിലായി എനിക്ക്. അല്ലെ കിച്ചൺ റൂമിൽ ലൈവ് പண்றீங்களா? ஆமாங்க. ബിനീഷ് കുമാർ സ്ഥലം ബിനീഷ്. സലാം ബിനീഷ്. മലയാളം വായിക്കാൻ അറിയില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെ ഏട്ടാ. ഗുഡ്. ഹായ് ജെറിൻ ഗൗരഡ്. ചേട്ടൻ എവിടെ പോയി? ഉണ്ട് കേട്ടാ പ്രവീൺ ഏട്ടാ, ഉറങ്ങുന്നു. മുത്തലി ഹായ് ഗുഡ് നൈറ്റ്. സെന്തിൽകുമാർ അനിയുങ്ക. ചിന്ന പയ്യൻ തൂങ്ങിട്ടാങ്ങ. ഞാൻ പോയിട്ട് വരാം കുഞ്ഞ്. കാൾ ചെയ്യട്ടെ എൻ്റെ മോൾക്ക് മോനും. ഓക്കെ ഏട്ടാ, പോയിട്ടേ ചേട്ടാ. ഏലുമല്ല പെരിയസ്വാമി ഗുഡ് നൈറ്റ്. ജയേട്ടാ നമസ്കാരം. ഭക്ഷണമൊക്കെ കഴിച്ചോ? വീര സാപ്റ്റാച്ച സിസ്റ്റർ. ജയേട്ടൻ ഹായ്. ഇന്ന് മുതൽ വർക്കിന് പോയി. ക്ഷീണം ഉണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ. രാധേട്ടനല്ല ജയേട്ടാ. ഇത് രാധേട്ടനെ കാണാനില്ല ഏട്ടാ. ജയേട്ടൻ ഹായ്. ഫുഡ് കഴിച്ച മോളെ? കഴിച്ചു ഏട്ടാ. ഉദയേട്ടാ കുറേ ദിവസമായി വന്നിട്ട്. എന്തായി? ബാലമുരളി വിജയകുമാർ ഗുഡ് നൈറ്റ്. സെന്തിൽ അനി ആലപ്പുഴ ബോട്ടിംഗ് ആലപ്പുഴ ബോട്ടിംഗ് സർ പോയിരിக்கிறீங்களா? ഇല്ലമ്മ ആലപ്പുഴയ്ക്ക് ഞാൻ പോയതില്ല. ഉജാല വെള്ളത്തിൽ വീണോ? അതെ ഏട്ടാ. ഹായ് വിനേഷ്. നമസ്കാരം കേട്ടോ. എവിടെ JCB എവിടെ എന്ന് ചോദിക്കുന്നു. സാരി കട്ടുന്നു. കട്ടറിങ്. രാധാകൃഷ്ണൻ ഡൺ. സ്പെഷ്യൽ ഉണ്ടായിരുന്നോ? ഇല്ല ഏട്ടാ, സ്പെഷ്യലൊന്നും ഇല്ല. ജനൻ്റെേട്ടൻ ഭക്ഷണം കഴിച്ചാ? എന്താണെന്ന് സ്പെഷ്യൽ? എന്താണ്? സുഖമല്ലേ? പണി കിട്ടുമ്പോൾ താൻ എന്താണ്? പണി കിട്ടുമ്പോൾ താൻ പഠിക്കും. ചിലരിൽ നിന്നും പണി കിട്ടുന്നു. പണിയൊന്നും കിട്ടില്ല ഏട്ടാ. നമ്മൾ പണി കിട്ടാൻ നമ്മൾ അവർക്ക് നമ്മൾ പണി കൊടുത്താലല്ലേ നമുക്ക് പണി കിട്ടുള്ളൂ. പണിയുണ്ട് ഏട്ടാ. ജീവിക്കണ്ടേ? അതെ ജീവിക്കണ്ടേ. ജയേട്ടാ നമസ്കാരം. ചുടി സമ ഡാർലിംഗ്. വീട്ടിൽ എല്ലാം நல்லா இருக்கிறீங்களா സിസ്റ്റർ? நல்லா இருக்கிறீங்க വീര. നാളത്തെ പത്രത്തിൽ കൊടുക്കാം. രാധേട്ടനെ കാണാനില്ല എന്ന്. അതെ. ബാലമുരളി ഒരു ഹായ് சொன்னும். ബാലമുരളി ഹായ്. எப்படி இருக்கிறீங்க? சாப்பிட்டீங்களா? ஆனந்தகுமார்ல. அனி உங்க ஹஸ்பண்ட் என்ன ஒர்க் பண்றாங்க? ஹஸ்பண்ட் வந்து பேனல் போர்டு மிஷின்ஸ் ஒர்க்கு, அப்புறம் ரியல் എസ്റ്റേറ്റ്, അപ്പുറം ഡ്രൈവിങ് എല്ലാം. അങ്ങനെ ഈ 4-5 ഫേവറേറ്റ് ജോബ്. അവർക്ക് ഇഷ്ടം ഡ്രൈവിംഗ് ആണ്, കൂടുതൽ ഇഷ്ടം. നാളെ പത്രത്തിൽ കൊടുക്കാം. ഓക്കെ. ഞാൻ വന്നു എന്ന് എന്താ കണ്ടില്ല? അയ്യോ ഗോപാലനേട്ടാ, ഞാൻ കണ്ടില്ല ഏട്ടാ. ബാലകൃഷ്ണൻ കഴിച്ചോടാ കുട്ടി. മുട്ടയും പയറും. എവിടെ പോകുന്നു? മുട്ടയും പയറും കഴിച്ചു. ഇന്ന് ജോലിക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സന്തോഷേട്ടാ. ഞാൻ വന്നു. ഗോപാലനേട്ട ഭക്ഷണം കഴിച്ചേട്ടാ. മൊത്തം 4 ലക്ഷം കടമുണ്ട്. ഒരു 6 ലക്ഷം പുരപ്പണിക്ക് വേണം. തന്നെ ഇതൊക്കെ എവിടെ നിന്ന് എടുക്കാനാണ്? നമ്മുടെ അടുത്തില്ല കേട്ടോളേ സാഹചര്യേട്ടാ. ചേച്ചി പൈസ അപ്പോൾ കൊടുക്കും. ആരാടാ ചോദിക്കുന്നത്? ആയിട്ട് ഉച്ചയ്ക്ക് ചോദിച്ചതാ എൻ്റെ അടുത്ത്. എന്താണ്? ഞാൻ കഴിച്ചു സ്പെഷ്യൽ മീന്. സൂപ്പർ. പറയുന്നതെന്തും വേറെ വീണ്ടും പൊരുതുക എന്നതല്ലേ? പറയാവുന്നത് എന്തുണ്ട് വേറെ വീണ്ടും പൊരുതുക എന്നതല്ലേ? അത് എന്ത് പറയുന്നത് മനസ്സിലായില്ല. എനിക്ക് ഇങ്ങോട്ട് തലയിൽ കയറില്ലട്ടോ. ഞാൻ കുറച്ച് ട്യൂബ്ലൈറ്റാണ്. ജെറിൻ നമസ്കാരം. വീര
നമസ്കാരം. ഇപ്പോൾ നല്ല മഴ. അതല്ലേ, ആ മഴ ഇങ്ങോട്ട് പിടിയും കുറച്ച്. കൂടെ സുന്ദരിയും കാണാൻ കൂടെ സുന്ദരിയും കാണാൻ ഇന്നലെയും കൊടുക്കണം. എന്താ പറയുന്നു? സ്വീറ്റ് സ്മൈൽ, വെൽക്കം, ക്യൂട്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു. അനിത കഴിച്ചോ? കോപ്പല്ലേട്ടാ, ഞാൻ കഴിച്ചു ഏട്ടാ. കഴിച്ചിട്ടാ വന്നത്. എൻ്റെ കസേര വീര. ഗുഡ് നൈറ്റ് സിസ്റ്റർ, ഗുഡ് നൈറ്റ്. പിന്നെന്താണ് പറയൂ. എന്നിട്ട് പാട്ടൊന്നും എഴുതി വിടണില്ല. ജെറിനേട്ടൻ പാട്ട് എഴുതി വിടിയട്ടോ. ഞാൻ മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? സന്തോഷേട്ടാ. വീര, ഞാനും വരട്ടെ. മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചൂടോടുണ്ടാവും. പ്രവീൺ, തിരുവനന്തപുരം ആഴിമലയിൽ വന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്താ? ഇല്ല ഏട്ടാ, ഇല്ല. ബാലരാമപുരം മോഡൽ സ്റ്റോപ്പാണ്. ബാലരാമപുരം അവിടെ അല്ലേ? അവിടെ ഇല്ല ഏട്ടാ, തിരുവനന്തപുരത്തല്ല ഏട്ടാ ബാലരാമപുരം. അവിടുന്ന് പ്ലാവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോകും. പിന്നെ നെയ്യാറ്റിൻകര ഒക്കെ പോയിട്ടുണ്ട് കേട്ടോളേ, എല്ലാം പോയിട്ടുണ്ട്. ചന്ദനം, ഭക്ഷണം കഴിച്ചു. അനിത കഴിച്ചു കേട്ടാ. ശരികളൊക്കെ എത്ര പോണം. ഫോൺ ശരിയായോ അനിത? പിന്നെന്താ ശരിയായി. ഐ വാണ്ട് യുവർ എന്തോ പറയുന്നു. ഗഫൂർ ചേട്ടാ, രാവിലെ മുതൽ മഴയാണല്ലോ. പ്രളയമാണോ? പ്രളയം മണിയുണ്ട്. അമ്പിളിക്ക് ഉണ്ടാക്കി കൊടുത്തോടാ അനുക്കുട്ടി? ഇല്ല, നാളെ ഉണ്ടാക്കി കൊടുക്കും. ഇടിച്ചക്ക പ്ലാവ് മൂടാണോ ഉദ്ദേശിച്ചത്? പ്രവീൺ ഏട്ടാ, പ്ലാവല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏട്ടാ. ഉണ്ടോ ഇല്ലയോ? തിരുവനന്തപുരത്തിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് പറയും, പ്ലാവില എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാലരാമപുരം. നല്ല മഴയാണ്. ഓക്കെ, എന്തൊക്കെയോ മെസ്സേജുകൾ വിട്ടു പോയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. രാധേട്ട സ്വാഗതം. എവിടെ രാധേട്ടൻ എവിടെയാണ്? ദുബായിൽ മൊത്തം വെള്ളമാ. അയ്യോയ്യോ, എന്താ ചെയ്യലേ? സുരേഷ്, സൂപ്പർ മാഡം, താങ്ക് യു. ഫ്രം ആന്ധ്ര. ആനന്ദ അതെവിടെയാ? കാർത്തിക്, ഗുഡ് നൈറ്റ്. സെന്തിൽ കുമാർ, അനി ക്യൂട്ട്. കവിതയെ സൊല്ലുന്നു. കവിതയോ? ഗോകുലേട്ടാ ഹായ്, ഗുഡ് നൈറ്റ്. ഹായ് ഡിയർ, ഗുഡ് നൈറ്റ് മാത്രമേ ഉള്ളൂ ഗോകുലേട്ടാ. അനിത, ജയംഗോപി ഏട്ടൻ. അനിത എന്നല്ല, അതേ എന്നാണ്, സോറി. എന്താ വായന? പ്ലാവ് എല്ലായിടത്തും ഉണ്ട്. പ്ലാവില. മണികണ്ഠൻ, ബാലരാമപുരത്തെ എവിടെ? കാട്ടക്കാട് റൂട്ടാണോ? പിഴിഞ്ഞം പോകുന്ന റൂട്ടാണോ അതോ നെയ്യാറ്റിൻകര പോകുന്ന റൂട്ടാണ് കേട്ടാ. അവിടെ നെയ്യാറ്റിൻകര ഇനിയും കുറച്ചും കൂടി പോകണം. എന്നാൽ അതിൻ്റെ മുന്നിലെ സ്റ്റോപ്പ് പ്ലാവില. തിരുവനന്തപുരത്തുണ്ട് പ്ലാവില. കുട്ടി ഉണ്ടല്ലേ? അതെന്നെ പറഞ്ഞത്. പ്ലാവില എന്ന സ്ഥലമില്ല, മാവില എന്ന സ്ഥലമുണ്ട്. എവിടെ പോയി ഇത്ര നേരം രാധേട്ടാ? എത്ര നേരമായി വിളിക്കുന്നു. ഷാഹുൽ അട്ടപ്പാടി, ഗുഡ് നൈറ്റ്. വീടിന്റെ കാര്യങ്ങൾ എന്തായി അനിത? ഒന്നും ആയില്ല കേട്ടാ. തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടങ്ങാൻ എന്താ? സച്ചിൻ കുമാർ, ഗുഡ് നൈറ്റ് മാഡം, ഗുഡ് നൈറ്റ്. ശങ്കരനാരായണൻ, ഫസ്റ്റ് നൈറ്റാ? തെറ്റി വായിച്ചോ? പിന്നെ ആനന്ദകുമാർ എന്താ? ഓപ്പൺ യുവർ ഹാർട്ടാ.
ഹാർട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ആരാണ് അങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്ന് നമ്മുടെ ഇതിൽ തുറന്ന് കാണിച്ചു കൊടുക്കുന്നത്? ഹനുമാനല്ലേ തുറന്ന് കാണിക്കുമ്പോൾ എന്താണ് നമ്മുടെ എന്താണ് അയ്യോ ശ്രീരാമനും സീതയും ശ്രീരാമൻ്റെ ഫോട്ടോ രണ്ടുപേരുടെയും ഫോട്ടോ അല്ല നെഞ്ചിലിരിക്കുന്നത് കാണുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് വീട് പണി അറിയാമോ? വീട് പണി അറിയില്ല ഏട്ടാ. സഞ്ജയ് ഭായ് ചെറുതായിട്ടൊക്കെ അറിയാം. പള്ളികുമാർ ഒന്നും ആയില്ല ഏട്ടാ. ഷാഹുൽ ഏട്ടാ ഹായ്. മോഹൻ MC ഗുഡ് നൈറ്റ്. மோகனன் வீரா நீங்கள் என்ன ஒர்க் பண்ணுறீங்க சிஸ்டர்? ஹவுஸ் ஒய்ஃப், വർക്കെല്ലാം பண்ணலைங்க. ഗഫൂർ ഭായ് അവിടെ ചക്കയുണ്ടോ? എവിടെയാ ചക്ക? ഹനുമാൻ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഹൃദയം തുറന്നു കാണിച്ചു. അതിൽ എഴുതിയിരുന്നു ശ്രീരാമൻ ഹനുമാൻ. അതെ ഇല്ല, സീതയും ആരെടുക്കട്ടെ പിടിയേട്ടാ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. നാട്ടിലെ കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഇങ്ങ സൗഖ്യമേ இந்த சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓ ஓ கண்மணி அன்போடு காதலன். ആനന്ദ് കുമാർ സോ സ്വീറ്റ് ഡാർലിംഗ്. ബാലമുരളി യുവർ ചുടി വെരി സ്മാർട്ട്, താങ്ക് യു. വീര സിംറ്റം സ്റ്റഡീസ്. വീട് പണി തുടങ്ങുമ്പോൾ എജ്ജ് വിളിച്ചാൽ മതി. ഞാൻ ജെറിൻ രാധേട്ടൻ ബിനീഷ് വരാണ്ട അൻകുട്ടി. ഓക്കെ ഏട്ടാ. ഗോവിന്ദ് എനിക്ക് എന്നാലും നിങ്ങളെയൊക്കെ വിളിച്ചിട്ടേ അയ്യോ എനിക്ക് വയ്യ. ഒരു ഇത് ഇങ്ങനെ ആലോചിക്കുക. ചക്കക്കുരു ഉണ്ടോ? വേണോ? ചക്കക്കുരുവാ. ദേവരാജ് ചക്കക്കുരു എന്താ പറയാ, ചക്കക്കുരു ഉപ്പിട്ടിട്ട് നന്നായി പുഴുക്കിയിട്ട് അതിൻ്റെ തോല് ഉരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ പിന്നെ നല്ല തോലൊക്കെ ഉരിച്ചിട്ട് മെഴുക്ക് വരട്ടി പോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച് പറഞ്ഞാൽ സെമ്മ ടേസ്റ്റ് ആയിരിക്കും. ചക്കക്കുരു കുത്തിയിട്ടോ ചുറ്റും ചുറ്റും വേലി കെട്ടി. ദീമോഴില്ല എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ. മുത്തിയമ്മേ മാട് കുത്താൻ വരുന്നോ? അതെ அந்த பாட்டு ட்ரெண்டா போகுது வீரா. കൺമണി അൻപോട് കാതലൻ. അത് പാട്ട് നന്നായി ഒന്ന് പാടട്ടെ. എവിടെ പോയി? പാട്ട് പോയി അല്ലല്ലോ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണാ ഇങ്ങ് സൗഖ്യമേ ഉന്നെ എണ്ണി പാക്കയിൽ കവിത കൊട്ടത് അതൊന്ന് എഴുതി നിനക്കയിൽ വാർത്ത മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ. അയ്യോ വയ്യ. ഞാൻ വന്നിട്ട് എന്താ കാര്യം? എൻ്റെ മെസ്സേജ് ഒന്നും വായിക്കില്ല. പിന്നെ ഇപ്പം ഇത് വായിക്കുന്നത് ആരാണപ്പോ? മജീദ് സൂപ്പർ. വേണം എടി ഇടാൻ ആണോ ബിനീഷ്? എന്താ പറയാ, എന്നിട്ടൊരു കാര്യമില്ല. ഇവിടെ ലുലു മാളിൽ ഒരു എന്താണിത് ചൊക്കക്ക എന്താ പറയണ, നാട്ടിലെ 10,000 രൂപയോളം വില വരുന്നുണ്ട്. എന്ത് ചക്കക്കയാ? പാലക്കാട് കൊല്ലങ്കോടാണ് വീട്. പ്രവീണേട്ടാ പാലക്കാട് കൊല്ലങ്കോടാ? ഇവിടെ അല്ലേ? ശരി. ആനന്ദ് കുമാർ വേറെ.
ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച കോയമ്പത്തൂർ വരും, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായത്. എന്തായിട്ടാ മോൻ എന്റെ കോളേജിൽ പോവാൻ എന്തെങ്കിലും സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോളേജിലേക്ക് എത്തിയോ? ഇങ്ങനെ വരുന്നുണ്ടായിട്ടാ? അല്ല, എവിടെ കോളേജിൽ, ഏത് കോളേജിലാ പഠിക്കണേ മോന്? എവിടെയാണ്? ഇവിടെയോ പറഞ്ഞില്ല ഏട്ടെ. ധൈര്യമായിട്ട് വിളിച്ചോ, ഞാൻ വന്നു. പനിയാ, ഫുഡ് മതി. ധൈര്യമായിട്ട് വിളിച്ചോ, ഞങ്ങൾ വന്നു. പണിയാൻ ഫുഡ് മതി. ഫുഡ് മതി. അനി വെരി നൈസ് സോങ്. ഓക്കെ. വെടിക്കുരു എന്ന് ഭയങ്കര ഇഷ്ടമാണ് ബിനീഷ്. വെടിക്കുരുവാ? രാധേട്ടാ ഹായ്. അതിന് മേലെ ഒരു മെസ്സേജും ഉണ്ട്, അത് വായിക്ക്. ഏതിന് മേലെ? തറയ്ക്കുള്ള പൈസ കിട്ടുമല്ലോ അനിതേ, അക്കൗണ്ടിൽ വരും. ഞങ്ങൾക്ക് ആദ്യം കണ്ടു 50,000 രൂപ അക്കൗണ്ടിൽ വന്നിരുന്നു. അത് മതി കേട്ടാ, അസ്ഥിവരം കേട്ടെ. ആദ്യം മുതൽ നമുക്ക് പണിയുണ്ടല്ലോ കേട്ടാ, ആദ്യം മുതൽ തുടങ്ങണം. ആദ്യം മുതൽ വീടുണ്ടല്ലോ, ഇപ്പോ നിലവിലൊരു വീട്, അതിന് തട്ടണം. ആശാരിനെ വിളിക്കണം, അവർക്ക് ഒരു 1,500 കൊടുക്കണം അത്ര. പിന്നെ വീടിന്റെ മുകളിൽ ഓടുണ്ട്, കഴുക്കോലുണ്ട്, അതൊക്കെ ഇറക്കി വെക്കണം. അത് 2 ദിവസത്തെ പണി ഉണ്ടാകും. പിന്നെ ചുമരുകളൊക്കെ തട്ടണം. JCBക്ക് 5,000 രൂപ ചെലവുണ്ട്. പിന്നെ ഇതിങ്ങനെ എടുക്കണല്ലോ, നൂല് കെട്ടി കഴിയുമ്പോൾ അത് നൂല് കെട്ടുന്ന ആ ഒരു ദിവസം കുറച്ച് പൈസ ചിലവാകും. പിന്നെ JCB കൊണ്ടുവന്ന് അസ്ഥിവാരം തോണ്ടുന്നുള്ള സമയത്ത് അതിന് കുറച്ച് പൈസ ചിലവാകും. പിന്നെ കരിങ്കല്ല് ഒന്നും പോരാ, 50,000 രൂപ പോരാ ഏട്ടാ. എവിടെ പോയാ തനിക്ക് അറിയില്ല. അയ്യോ അയ്യ. നിങ്ങളുടെ ഫുൾ ചെലവും ഞാൻ എടുത്തുകൊള്ളാം ജെറിൻ. ഓക്കെ. ഉദയൻ തറയ്ക്കുള്ള പൈസ അതെ വായിച്ചു. ചക്ക 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 എഴുതിയതാ, തെറ്റിയതാണ് അതെല്ലേ? ഓ മൈ ഗാഡ്. ശരി, ഓക്കെ. ആർക്കൊക്കെ ചക്ക വേണം പറഞ്ഞോളൂ. അതെ, നല്ല ചക്ക കച്ചവടം ഉണ്ടോ ഏട്ടാ? ജെറിനേട്ടാ ചക്ക വേണം പറയുന്നു പറഞ്ഞു. എന്റെ അമ്മേ, ചൂടെടുത്തിട്ട് വയ്യ. ഇവിടെ ചക്ക 4 പീസിന് 20 രൂപയാണ് കേട്ടോ ഇവിടെ ചക്കയ്ക്ക്. ആ ചക്ക ഇങ്ങോട്ട് അയച്ചുവിടെ. ഞാനിവിടെ എന്താ പറയാ, ചക്കയൊക്കെ മുറിച്ച് പീസൊക്കെ വേർതിരിച്ച് ഒരു കുടയൊക്കെ വെച്ചിട്ട് ആ കുടന്റെ ചവിട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ചക്ക എന്നിട്ട് കൊടുക്കുക. കേരള ചക്ക എന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ല. ഡാനിക്കുട്ടി, അപ്പോ JCB വേറെ വിളിക്കുകയാണോ? അല്ല, JCBക്കുള്ള പൈസ ഒന്ന് അമ്മ പറഞ്ഞു രാവിലെ എൻ്റെ അടുത്തേ. വീട്ടിൻ്റെ അടുത്തിൽ ആരോ വന്നു 5,000 രൂപയെ ചിലവായി JCBക്ക് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞൂന്ന് മാത്രം, വേറെ വിളിക്കുന്നൊന്നുമില്ല. പക്ഷെ ബുദ്ധിമുട്ടാണ് കേട്ടോ, അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പെട്രോൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ശരി, ദർശനം കൊടുക്കണം ആശാരിക്ക്. 1,001 1,501. അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, ചുമ്മാ ഒന്ന് വന്നു പോകാം. കുഴപ്പം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. പ്രിൻസിപ്പാള് എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാരന്റ്സ് വരാനോ അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടാ. അയ്യേ, എന്താ പറയണ, സാഹചര്യേട്ടന്റെ മോനല്ലേ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. സെന്തിൽ കുമാർ, അനി കേരളാവിൽ என்ன ഫുഡ് ഫേമസ് சொல்லுங்க. കേരളാവിൽ என்ன ഫുഡ് ഫേമസ് ആയിട്ടുള്ളത് എന്താ പറയേട്ടാ? ഏട്ടന്മാര് പറഞ്ഞേര്. രാധേട്ട ടാറ്റ പറയുന്ന ഇപ്പൊ തന്നെ. എന്താ രാധേട്ടാ? ആ മെസ്സേജ് വായിച്ചില്ല പറഞ്ഞു, ദേഷ്യം വന്നു. എന്റെ പൊന്ന്, എവിടെ തേടട്ടെ. ഇവിടെ കാണാനില്ലല്ലോ, നോക്കാം. ഇല്ല ഏട്ടാ,
ആ പ്ലാവില എന്ന സ്ഥലമില്ല, മാവില എന്ന സ്ഥലമുണ്ട്. ഇതാണ് കണ്ടത് ഞാൻ. പിന്നെ ഒന്നും കാണുന്നില്ല ഏട്ടാ. ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോളെ. എന്നാ പോയിക്കോളെ. എൻ്റെ വീട്ടിൽ പ്ലാവ് ഉണ്ട്, നിറയെ ചക്കയുണ്ട്. ഓക്കെ ഏട്ടാ, സൂപ്പർ. ഇരിക്കയോ? കത്തിയും കൊടുവളൊക്കെ കാണിച്ചിട്ടൊന്നും അവരിയ്ക്കില്ല. വിട്ടോളെ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് എത്ര പറയുന്നു? ചിലപ്പോൾ കാണാതെ ആയിരിക്കും. വേണമെന്ന് പറഞ്ഞില്ല. ഞാൻ ഈ ലൈവ് തുടങ്ങിയത് തൊട്ടിട്ട് രാധേട്ട വിളിക്കുന്നു. വന്നപ്പോൾ ഡിമാൻഡ്, ജെറിൻ എനിക്ക് വേണം. എത്ര വർഷമായി ചക്ക കഴിച്ചിട്ട്. കഴിഞ്ഞ വർഷം ഒരു പീസ് മേടിച്ചു, നാട്ടിലെ 1000 രൂപയ്ക്ക്. കൊതി കൊണ്ട്. അതല്ലേ, അതന്നെ. ടീച്ചറെ പറ്റി ഒരു മെസ്സേജ് അയച്ചു രാധേട്ടൻ. ആ ഓക്കെ. ടീച്ചറെ പറ്റി എന്ത് മെസ്സേജ് അയച്ചത്? പറയേ, ഞാൻ വായിച്ചില്ല. ഒന്ന് പറഞ്ഞു തരും എന്താ എഴുതിയതെന്ന്. ഞാൻ കണ്ടില്ല. വായിച്ചില്ല എന്നല്ല, കണ്ടില്ല. അതാണ് സത്യം. പോട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? രാധേട്ടന് വലിയ ഡിമാൻഡായി ലൈവിൽ വരാൻ. അശ്വൻ ഗുഡ് നൈറ്റ്. ഫാദർ ആൻഡ് സാജനേട്ട പറയും 100 MB ഇനിയും തീർന്നില്ല. റീചാർജ് ചെയ്തേട്ടാ സാജനേട്ടാ. നിങ്ങളെ സ്നേഹിതൻ പോണു പറഞ്ഞിട്ട് എന്നെ വെറുതെ ടെൻഷൻ ആക്കണു ഏട്ടാ. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്ലാവുണ്ട്. ചക്കയുണ്ടോ? പ്ലാവുണ്ട്. ചക്കയുണ്ടോ? ഇന്ന് പാട്ടൊന്നും വേണ്ട അനിത. ഓക്കെ ഗോപാലൻ ഏട്ടാ. പാടി വയ്യ. ഷിബു ഏട്ടനെ കാണുന്നില്ല. പാട്ട് എഴുതി വീണ ഷിബു ഏട്ടനെ കാണുന്നില്ല. JP ഏട്ടനെ കാണുന്നില്ല. ജയൻഗോപി ഏട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ചക്ക കൊണ്ട് പന്തളത്ത് വരാം. ചേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി. ഓ ജോസഫ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. കൃഷ്ണ കുട്ടൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആ കൃഷ്ണേട്ടാ. എന്താണെന്ന് വൈകിയോ? അല്ലെങ്കിൽ 2ാമത്തെ 3ാമത്തേക്ക് വരും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. ശരി. ഭക്ഷണം കഴിച്ചാട്ടാ. അതിന് മറുപടി ഒന്നും പറയില്ല. അഷ്റഫ് അശ്വൻ ഗുഡ് നൈറ്റ്. ഓടാൻ ഗുഡ് ആർ യു, ലവ് യു. രമേശ് ഗുഡ് നൈറ്റ്. എന്നിട്ട് പറയൂ ഫ്രണ്ട്സ്, സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ടാ. മോൻ കാണുമ്പോൾ അറിയുന്നില്ലേ പറയാൻ ഉറക്കം വരുന്നു. അത് ലോട്ടറി എടുത്തിട്ട് ലോട്ടറിന്റെ പകുതി നമ്പർ ഉണ്ട് കേട്ടോ. എത്ര നമ്പർ നോക്കട്ടെ. ഏതത് ഡേറ്റ് ഒന്നും കാണുന്നില്ല. ഡേറ്റ് ഇപ്പുറത്ത് പെട്ടു എന്നാ തോന്നുന്നത്. ഇല്ല. അതെ 23, 29 അടിച്ചില്ല. ഇല്ലാത്ത ജാതി. അടിച്ചില്ല ഏട്ടന്മാരെ, അടിച്ചില്ല. പകുതി വെച്ചിരിക്കുന്നു. എപ്പോഴത്തെയോ ആണിത്. ബിനീഷ്, രാധേട്ടൻ ഇപ്പോൾ ടീച്ചറിനോട് ആയി സ്നേഹം. അതെ അല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല ചുരിദാർ. ഓക്കെ. തങ്കമണിയിൽ പോകുമ്പോൾ അതുവഴി വരാം ജരൻ. ഒരു ഹായ് പോലും ഇല്ല അനു. അരുൺജിത്തേട്ട ഹായ്. മണലി ഷിബു വന്നില്ലല്ലോ. അതെ ഏട്ടാ, വന്നില്ല ഏട്ടാ. ഉറങ്ങുമ്പോൾ കൂളിംഗ് ക്ലാസ് വെക്കുന്ന ആള്. അതെല്ലേ, ടീച്ചർ വേറെ ലെവലാണ്. ആണോ ഏട്ടാ? சொல்லுங்க. ഫേമസാണ്. என்ன ഫുഡ് சொல்றதா? ഞാൻ വന്നു. സുധീരേട്ടൻ പറയേട്ടാ. പറയൂ സുധീരേട്ടാ, പറയൂ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം പഴമുതിരും ചോലകളിൽ പാടാൻ വാ
ഹരിദാസ് ഏട്ടൻ ഹായ് ഹലോ വെരി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. അനിത പാലക്കാട് താങ്ക് യു ഫോർ സപ്പോർട്ട്. ഇന്ന് പാട്ട് പാടുമോ? പാട്ടൊന്നും പാടിയില്ല. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിനു പാട്ടും മൂളി വന്നു, ഞാനീ പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ നിറഞ്ഞു, ആകെ നിറഞ്ഞു. സുന്ദരിയേ വാ വെണ്ണിലവേ വാ, എൻ ജീവതാലമേ പ്രണയനീയോ, നീലരാവിലെ സ്നേഹവീതിയിൽ അന്ന് തോഴിയായി വാ പ്രിയമതി. അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, പോകരുതേ വാൻമഴവില്ലേ മല്ലിപ്പൂ. അതെ അനുക്കുട്ടി, അമ്പിളി വേറെ ലെവലാണ്. നല്ല പെരുമാറ്റം സഹകരണമുണ്ട് ഇടാ അനുക്കുട്ടി. അപ്പോൾ ഞാൻ നല്ല കുട്ടിയല്ല അല്ലേ? ഗോപാൽ അമ്പിളിയാണ് അപ്പോൾ നല്ല കുട്ടി എന്നാ പറയുന്നത്. സെന്തിൽകുമാർ ആള് പാവാണെന്ന് തോന്നുന്നത്. അതേട്ടാ പാവാണ് ഏട്ടാ. ലോട്ടറി എടുക്കുന്ന പൈസ ശേഖരിച്ചു വെച്ചാൽ അതൊരു ലോട്ടറി ആയി തീരുമാനിക്ക. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. അയ്യോ എന്ത് പാട്ടാണത് സുധീരേട്ടാ? അതെ അനിക്കുട്ടേ ഞാനിപ്പോൾ വരാം. പ്ലാവിൽ ചക്ക ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നോക്കിയിട്ട് വരേ. ആള് പാവമാണെന്ന് തോന്നുന്നു അനിത അല്ലേ? അതെ ഏട്ടാ, ലോട്ടറി എടുക്കാൻ പൈസ ശേഖരിച്ച് അത് വായിച്ചു. ഗായികയാണോ? ഹൈ അല്ല, അവിടുത്തെ വിദ്യാഭ്യാസം അറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ അല്ലേ 10ാം ക്ലാസ് ഫെയില. മെല്ലെ പറയട്ടെ. വല്ല എന്താണ് നട അടിയും വല്ലതും ഉണ്ടോ? അനീഷ് കുമാരേട്ടാ ആഴ്ചയിലൊരു ദിവസം വരും, എന്നിട്ട് ചോദിക്കില്ലേ. ഞാൻ 2 മെസ്സേജ് അയച്ചു, ബിനീഷ് കണ്ടു, അന്നമ്മ കണ്ടില്ല. മുകളിൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് അതിൽ മെയിൻറ്റ് തന്നെ കൊടുത്തില്ല, മറന്നതാണ് കേട്ടാ. പിന്നെ എനിക്ക് വിഷമം വരാതിരിക്കുമോ? സത്യം പറഞ്ഞത് ശരിയാണ്. ശരി, ഒന്ന് ക്ഷമിക്കുക. അന്നമ്മയ്ക്ക് വേണ്ടി ക്ഷമിക്കുക. അന്നപ്പനെ ദൂരരാജ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. റോയ് ഏട്ടാ ഹായ്. റോയ് ഏട്ടാ ഇന്നെന്താ വൈകിപ്പോയോ? ഭൂപതി ഷാഹുൽ ഏട്ടാ സൂപ്പർ സോങ് താങ്ക് യു ഏട്ടാ. കേശവൻ അഷ്റഫ് ഏട്ടാ ഓക്കെ. മഴ പെയ്യക്കരുത് അല്ലേ? അതെ അതെ, ഇതൊരു ഇറങ്ങും മുകളിലെ മഴ തൂവലൊന്നു തരുമോ? ഇതൊരു ഇറങ്ങും എന്തോ പാട്ട്. ഓ കൊള്ളാം. ഉറങ്ങാറില്ല മാഡം? ഉറങ്ങുന്നുണ്ടല്ലോ, ഉറങ്ങാലോ. ദിവസം ഒരു പാട്ട് പാടിയാലെങ്കിലും ഉറക്കം വരില്ല. അങ്ങനെയല്ല, അവർ പാട്ട് എഴുതി വിട്ടപ്പോൾ വായിച്ചു എന്ന് മാത്രം. എന്നെ മനസ്സിലായില്ല അല്ലേ? ആരാണ് ഏട്ടാ? ഷക്കീർ ഹുസൈൻ ഏട്ടാ പറയേട്ടാ. അജിത്ത് മധുരൈ വരുമോ? വരും. മധുര വന്നിട്ടുണ്ട്. മധുര മീനാക്ഷിയമ്മൻ കോവിലിൽ പോയിട്ട് തൊഴുതിയിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ഞാൻ തിരക്കിലാണ്, അതാണ് വരാത്തത്. അതെല്ലേ? ശരി ഏട്ടാ, കുഴപ്പമില്ല ഏട്ടാ. ഏട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറയാം. പിന്നെ ശരിയാക്കി തരാതാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും കഴിയില്ല. അമ്പിളിയേക്കാൾ സുന്ദരി ഇജ്ജ് തന്നെടാ അനുക്കുട്ടി. അല്ല, സുന്ദരിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നല്ല സഹകരണം പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെരുമാറണമൊന്നുമില്ലേ, സംസാരിക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. ഭംഗിയൊന്നും അതിന് ഭംഗിയൊക്കെ നിന്ന് പോകും കേട്ടോ. ആ കാര്യങ്ങൾ മനസ്സാണ് നന്നായിട്ടിരിക്കേണ്ടത്. ഭംഗി ഇപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഭംഗിയൊന്നും നിലനിൽക്കണതേ അല്ല. സുധീരേട്ടാ അനിത നന്നായിട്ടുണ്ട്, നന്നായി സോങ് താങ്ക് യു ഏട്ടാ. സുധീരേട്ടാ പോട്ടെ, നാളെ കാണാം. എന്താ ഏട്ടാ? ശരി, ഉറക്കം വരുന്നുണ്ടാവും, സമയമായില്ലല്ലേ? അനീഷ് കുമാർ പാട്ട് പാടി മഴ പെയ്യിക്കരുത്. ഓക്കെ ഏട്ടാ, നിർത്തി. സൗമ്യേട്ടാ അനിതമ്മോന്നും വിളിക്കുന്നില്ല. അനിതമ്മോന്നും വിളിക്കുമല്ലോ.
ഇപ്പൊ കഴിച്ച സോമനേട്ടാ, ഞാൻ സൗദിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ സക്കീരേട്ടാ, നല്ലതായി. അവിടെ നല്ല മഴയാണ് സക്കീരേട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ടീച്ചറെ കാര്യം ലൈവിൽ ആദ്യം ഞാനല്ലേ പറഞ്ഞത്, എന്നിട്ട് എല്ലാവരും എന്നെ കളിയാക്കുന്നില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ടീച്ചർ മതി, നമ്മളാരും വേണ്ട, ഇതല്ലേ സത്യമല്ലേ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഈ രാധേട്ടൻ എപ്പോഴും കുറച്ച് സ്നേഹം കൂടുതലായതുകൊണ്ടേ മിണ്ടുമ്പോ പറഞ്ഞു, കുഴപ്പമില്ല. എത്ര വയസ്സായി പ്രവീണേട്ട? എനിക്ക് എത്ര വയസ്സായി ചോദിക്കുന്നു. ജയേട്ട ഒന്ന് പറഞ്ഞു കൊടുക്ക എൻ്റെ വയസ്സ്. ഗോവിന്ദരാജൻ, ഹായ് സോമൻ ചേട്ടാ, നമസ്കാരം. അതെ, സോമൻ ചേട്ടന് ഞാനും നമസ്കാരം പറയുന്നു കേട്ടോ. ജയേട്ടാ 23 ചക്കയുണ്ട്. അതാ ഇപ്പൊ പോയി എണ്ണാൻ പോയതാണ്. ഈ രാത്രിയിലെ ചക്ക കണ്ടിരുന്നോ? എങ്ങനെയാണ്? ചെറുക്കൊക്കെ പെട്ടെന്ന് പോകും, ചൊറുക്കൊക്കെ പെട്ടെന്ന് പോകും. ചൊറുക്ക് എന്ന് പറഞ്ഞ എന്താട്ടാ? സാജനേട്ടാ ശുഭരാത്രി. സുധീരേട്ടാ, ചൊറുക്ക് മീൻസ് എന്താണ്? ശുഭരാത്രി. ഓക്കെ സുധീരേട്ടാ. വെണ്ടയ്ക്ക് സാമ്പാറായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക്. ടുമാറോ ലൈവ് ബ്ലാക്ക് ചുടി. ഓക്കെ, ബ്ലാക്ക് ചുടി, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഉണ്ട് ബാലമുരളി. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ചുടി എനിക്ക് ഇല്ലെന്നാ തോന്നുന്നത്, കാരണം ബ്ലാക്ക് ഇഷ്ടമല്ല. രാജൻ ബ്യൂട്ടിഫുൾ. അനിക്കുട്ടി, ഇജ്ജി എൻ്റെ സ്വന്തം അനിയത്തിയാണല്ലോ, അപ്പൊ പിന്നെ ഇജ്ജി എങ്ങനെ പറയുന്നത് ശരിയല്ലടാ. ശരിയേട്ടാ. സുന്ദര രൂപം. ഓക്കെ, ഐ ലവ് യു. ഗുഡ് നൈറ്റ്. ശ്രീരാമൻ. ഓക്കെ. ജോസഫ് സൗന്ദര്യം ചോർക്ക്. ഇന്നലെ എൻ്റെ പാട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. നാളെ കാണാം. ഓക്കെ അനീഷ് കുമാർ ഏട്ടാ, പോയിട്ട് വരേട്ടാ. ഷാജി ഏട്ടാ സുഖല്ലേ? ഷാജി ചുങ്കത്ത്. ഓക്കെ, ഇന്നലെ പാട്ട് പാടി. സുന്ദരി ഒന്നിറങ്ങി വാ, നാളെയാണ് താലി മക്കളാം. ടോർച്ച് അടിച്ചു നോക്കി, വേറെ ലെവല്. എന്താ ചെയ്യാ, ഫോണിന്റെ അല്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഇപ്പൊ ടോർച്ചൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ടോർച്ച് ഉറക്കം വരുന്നില്ലേ ഷാഹുൽ അട്ടപ്പാടി ഏട്ടാ? ഉറക്കം വരുന്നുണ്ട്, കണ്ണിങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. സുന്ദര സ്വപ്നമേ നീ എനിക്ക് ഏകിയ സ്വർണ്ണ ചിറകുകൾ വീശി. സുന്ദര സ്വപ്നമേ നീ എനിക്ക് ഏകിയ സ്വർണ്ണ ചിറകുകൾ വീശി. കറുത്ത ഡ്രസ്സ് വേണ്ട, ചുവന്ന ഡ്രസ്സ് ഇട്ടാൽ മതി. പ്രവീണേട്ടാ. ഓക്കെ ഏട്ടാ. കൃഷ്ണമൂർത്തി, ഗുഡ് നൈറ്റ്. ജോസഫിനെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു ഏട്ടാ, ചെയ്തു. മുഹമ്മദ് അനിത, ഗുഡ് നൈറ്റ്. കൽക്കണ്ടം ചുണ്ടിൽ അനിത, ഗുഡ് നൈറ്റ് മുഹമ്മദ് ഏട്ടാ. ഓർക്കം വരുന്നു, പോട്ടെ ഫ്രണ്ട്സ്, നാളെ കാണാം. ഓർക്കം വരുന്നു, കണ്ണിങ്ങനെ അടഞ്ഞ് പോകുന്നു. ജയയുടെ ഹാർട്ട് അയക്കുന്നുണ്ട്. എത്ര ഹാർട്ട് ഒന്നും ഇപ്പം എണ്ണാൻ പറ്റില്ല. എന്നാലും ഒന്ന് എണ്ണി നോക്കാം. ഓർക്കം അങ്ങനെയെങ്കിലും പോട്ടെ. 1 2 3, അതാ പോയി. 1 2 3 4 5. അയ്യേ പോയി, പിന്നെയും പോയി. 2 4 6 8 ഹാർട്ടില്ല. എന്താണ്? എൻ കരളിൽ താമസിക്കാൻ
മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാലും തരാം രാക്ഷസി എന്നല്ലേ. മതി മതി മൗനം, മതി മൗനം, വീണ പാടു മധുരം നിൻരാഗലോകം. എന്താ അത് പാട്ടറിയില്ല കേട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. എഴുതിയിട്ടുണ്ട് വല്ലാണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യാം. കൊതി കൊള്ളും പൂവിൻ കാതിൽ, എന്തിനീ മൗനം എന്തിനീ നാണം. ശരിക്കേട്ടാ. ഓക്കെ വേണ്ട സാജനേട്ടാ, താമസിക്കാം. ഓക്കെ എങ്കിലും എന്നാ പോണം. പോകണം. ഉറക്കം വരുന്നില്ല. ഇജ്ജ് കാല് വെള്ളത്തിലിട്ട് വെക്കടാ. കാലിന്റെ മുറിയാണ് കേട്ടോ. എങ്ങനെയാ വെള്ളത്തിലിടുക? ഒന്നും കൂടി ഒന്ന് വേദനിക്കും കേട്ടോ. ബാത്റൂമിന്റെ വാതിലിന്റെ സൈഡ് ഇങ്ങനെ തട്ടി ഭയങ്കര വേദന. ഇന്നലെ അത്ര വേദന അനുഭവിച്ചില്ല. അയ്യോ പോകല്ലേ, ഇരിക്കെ. ഉച്ചയ്ക്ക് ലൈവിൽ വരാൻ പറ്റിയില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാം. കണ്ടോ കാല് വീക്കുണ്ടെന്ന്, വേദനിക്കുന്നു. ഓ വല്ലാത്ത ജാതി. എനിക്കിങ്ങനെ ഇടയ്ക്ക് സമ്മാനങ്ങളൊക്കെ തരുന്നു. ഓ നാളെ എപ്പോഴാ ലൈവ്? ഉച്ചക്കേട്ടാ സാജനും ഭായി, അതൊന്നും ചോദിക്കരുത്. അതെ എന്റെ കുക്കു കുയിലെ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. അന്നമ്മ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. കുറച്ച് സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. ഇല്ല, ആ പാട്ടിനുള്ള ലൊക്കേഷൻ റെഡി ആകത്തോണ്ടാ രാധേട്ടാ. വീട്ടിനകത്ത് ചെയ്താൽ കുക്കു നന്നായിട്ടുണ്ടാവില്ല. ആ പാട്ട് പുറത്ത് ഔട്ട് സൈഡിൽ നല്ല പച്ച കളറായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വേറെ ലെവലായിരിക്കും. അതുകൊണ്ടാണ് ഇടാത്തത്. പാടവണേ കുക്കു കുക്കു കുയിലേ. നല്ല പാട്ടാണ്. ഞാൻ ഇടാട്ടോളെ ഏട്ടാ, ഇടുന്നതായിരിക്കും. സാജനേട്ടൻ്റെ MP തീർന്നില്ലേ? അതാണ് 100 MP എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാജനേട്ടൻ. എനിക്ക് വേണ്ടി റീചാർജ് ചെയ്തു കള്ളൻ. ബാങ്കിൽ കുറച്ച് വെള്ളം, ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലിട്ട് വെക്കുക. അതെന്നെ കാലിൽ മുറിയാണ് കേട്ടാ. അത് വെള്ളം നനയുമ്പോൾ പിന്നെയും വേദനിക്കില്ലേ? വിജയകുമാർ ഗുഡ് നൈറ്റ്. അത് ഈ സൈഡാണ്. ബക്കറ്റിൽ വെള്ളം ഇട്ടാലും തട്ടും. നാളെ 2 ലൈവിലും ഞാൻ കാണില്ല. എന്തു പറ്റിയേട്ടാ? എവിടെ പോകുന്നു? സൺഡേ ഫുൾ കറക്കമായിരിക്കും അല്ലേ? അനിത പോവുകയാണോ? എന്നാൽ ഞാനും പോവുകയാണ്. ഗോപാലേട്ടൻ പറയേട്ടാ. രവിയേട്ടനെ കാണുന്നില്ല. ഗോപാലേട്ടനെ കണ്ടു. രവിയേട്ടൻ എവിടെ പോയി? JP ഏട്ടൻ എവിടെ പോയി? ഇവർക്ക് എന്താണ്? പിന്നെ ആരാണ്? സുരേഷ് ഏട്ടനെ കാണുന്നില്ല അന്ന്. ബാങ്കുകാരെ തിരക്കി വീട്ടിലോട്ട് വരും. അതെ കേട്ടോ. എന്നാൽ അമ്മ ഇത് വരെ വിളിക്കാത്തത് ഭാഷ വിളിക്കും. ഓ ഡെയിലി വിളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. രാവിലെ ഡെയിലി വിളിച്ച് മൂഡ് അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. ആനന്ദ് ഗുഡ് നൈറ്റ് ബാലം. ഞാനിങ്ങനെ ഈ എന്താ പറയാ, ഗണപതി പറയല്ലോ, ഇൻട്രേ പോയി നാളെ വാ പറഞ്ഞ പോലെ ഇന്ന് കഴിയട്ടെ നാളെ കഴിയട്ടെ പറഞ്ഞ് ചിലപ്പോൾ ഞാനും വരില്ലാടാ. എവിടേക്ക് വരില്ല പറയണത്? രാധേട്ടാ ആ പാട്ട് ഡൽഹി ലൊക്കേഷൻ നോക്കുന്നുണ്ട്. കോയമ്പത്തൂർ ഒരു സ്ഥലമില്ലേ? വിനോദ് ഗുഡ് നൈറ്റ്. ജയേട്ടാ വിനോദ് ഗുഡ് നൈറ്റ്. ഓക്കെ ഉറക്കം വേണ്ട. ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറങ്ങും തോളെ. അപ്പം എല്ലാവരും ലൈവ് ഓഫ് ചെയ്യണേ, ഇല്ലിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. പെട്ടെന്നായിരിക്കും ഞാൻ ഉറങ്ങുക. അല്ലാണ്ട് ഉറക്കം വരുന്നു, കണ്ണങ്ങനെ അടഞ്ഞു പോകുന്നു. ഈർക്കൽ വെക്കാന്ന് പറയാനും ഇന്നലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. കുക്കു കുക്കു കുയിലേന്റെ കൈ നോക്കുമോ? ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ? അവനാരെന്ന് ചൊല്ലുമോ? നീ ചൊല്ലുമോ അനുരാഗരാജെ? യോഗിമിന്നി നീ ചെല്ലുമോ? ടീച്ചേട്ടൻ 1.4 പറഞ്ഞത് കേട്ടോ. വല്ലാണ്ട് ഉറക്കം വരുന്നു. കൽക്കണ്ടം ചുണ്ട്. കണ്ണ് എവിടെ പോകുന്നു? അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അടഞ്ഞു പോകുന്നു കണ്ണ്.
കിലുകേ പമ്പരം. അന്നമ്മ ഒന്ന് മുഖം കഴുകി വാ, ഇനി മുഖം കഴുകാ. പിന്നെ രാത്രി എനിക്ക് ഉറക്കം വരില്ല കേട്ടാ. മുളക് ചവയ്ക്ക് ഉറക്കം പോകും. മുളക് വേറെ പണിയില്ല പിന്നെ. എന്തത് മുളക് ചവച്ചാ പിന്നെ രാവിലെ വരയ്ക്ക് പിന്നെ എനിക്ക് പണിയായി. കായലിലൊന്ന് ചിരിച്ചാൽ കരയാതെ മുത്തേ, ഓമലൊന്ന് കരഞ്ഞാൽ പൊട്ടിച്ചിതറും പൊന്മുത്തേ. കവിതയാണ് കേട്ടാ, അടിപൊളി വരികൾ, അടിപൊളി. പിന്നെ ചിലപ്പോ ഓർക്കം വന്നാൽ എനിക്ക് ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നതേ അറിയില്ല. സത്യം എൻ്റെ ഒരു അവസ്ഥയെ. കുറച്ചേരം ഇങ്ങനെ ഉറങ്ങി, മനസ്സിലെങ്ങനെ ഉറങ്ങി, കണ്ണടഞ്ഞൊന്നും അറിയില്ല. ലൈവ് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങുന്ന അറിയാൾ ഞാനായിരിക്കും. ഗുഡ് നൈറ്റ് മുത്തേ. ഇവിടെ നല്ല മഴ. ഓമനയില്ല. ഉണ്ണിക്കുട്ടേട്ടാ, എൻ്റെ ഫോണിങ്ങനെ കമാൻഡ് വരാണ്ടായിട്ട് ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ സംഭവിച്ചു. പിന്നെ വൈകുന്നേരത്ത് പിന്നെ വേറൊരു ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ലൈവിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം ഞാൻ കാര്യം പറഞ്ഞില്ല ഉണ്ണിക്കുട്ടേട്ടൻ്റെ അടുത്ത്. ഇപ്പം ഞാൻ മറുപടി പറഞ്ഞു. ഏട്ടാ സുഖമല്ലേ, മഴയാണല്ലേ, ജെറിൻ കുരുമുളക് മതി. പൈസ. ഗുഡ് നൈറ്റ്. മുഖം കഴുകി വാ, ഇന്നും ഉറങ്ങണ്ട. അതെന്നെ പണി. ഇന്നലെ ആയിരുന്നെങ്കിൽ ശിവരാത്രി ഒഴിച്ചു. ഇന്നലെ കിടന്നുറങ്ങി. ശിവരാത്രി. അയ്യോ പാട്ട് മാറിപ്പോയി. ഹായ് രാജ്, എവിടെ പോയി? ഫീലിംഗ് സ്ലീപ്പിംഗ്. ഫീലിംഗ് സ്ലീപ്പിംഗ്. ഫീലിംഗ്സ്. ജഗദീഷ് കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇരിക്കട്ടെ, ലൈവിലിരിക്കുന്ന ഒരു ഓർമ്മ വേണം. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിയക്കത്തിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചുകൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, കൊച്ചു കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്നവൻ. അതാണോ? എനിക്കറിയില്ല ഏട്ടാ. സോറി ഏട്ടാ. ഈ പാട്ടുകളൊക്കെ എവിടെ കിട്ടുന്നത്? സോനു കൃഷ്ണകുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുത്തുകുമാർ ഹലോ, ഗുഡ് നൈറ്റ്. ചൂടെടുക്കണം, മുടി കെട്ടിവെച്ചാലോ? ഇനി അങ്ങനെ ചൂട് മോളിക്ക് കെട്ടിവെച്ചാൽ മതിയായിരുന്നു. അപ്പാടി அம்மாடியும் அழகு சமதோளு, உன்னை கண்டா பொழுதும் திருநாளு. when you black in the evening. എന്നാ ഞാൻ പോട്ടെ. എവിടേക്ക് പോണു രാജാജനേട്ടാ? 100 MP എന്ന് പറഞ്ഞ് വാളെടുത്താൽ അങ്കക്കളി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപട്ടണത്തിന് കാവൽ നിൽക്കും ജോലി. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്സാം ആകുമ്പോൾ കുരുമുളക് അടുത്ത് കൊണ്ടുവച്ച് ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ 2 കുരുമുളക് എടുത്ത് വായിലിടുണ്ടായിരുന്നു കുട്ടി. അതന്നെ പണി. സൂപ്പർ, നല്ലൊരു പരിപാടിയാണ്. മാരി പിന്നെ എന്നിട്ട് ഇവിടെ മണിയൊക്കെ പോയാ? മണി പോയി തോന്നുന്നു. ഒരു ഗുഡ് നൈറ്റ് പോലും പറയാതെ മണി പോയി. അന്നമ്മോ, നാളെ ലൈവില് ടീച്ചറും അന്നമ്മയും കൂടിയാണോ നടത്തുന്നത്?
നാളെയാ? നാളെ മതിയാനം ഉച്ചക്കല്ലേ ചിലപ്പോ. അതെങ്ങനെ ആയി പോയത് ജയേട്ടാ? ജയേട്ട നല്ല. നെക്സ്റ്റ് സോങ് ആരും ഇല്ലാത്ത. എനിക്കറിയില്ല, ഞാനത് പാടില്ല. ആരോരും ഇല്ലാത്ത എൻ്റെ പക്ഷേ 6 അടി മണ്ണിന്റെ ജന്മം ഞാൻ 6 അടി മണ്ണിന്റെ പോയി കേട്ടോ, എനിക്ക് വയ്യ, പാട്ട് ശരിയില്ല. I am on the line. കൃഷ്ണമൂർത്തി. ഓക്കെ. നീ എന്നെ ഗായകനാക്കും ഗുരുവായൂരപ്പ. കുമാർ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഒന്ന് വിളിക്കാൻ സമയമായി അനുദേ. ആരേട്ടാ? രാജു യു. ഹായ്, ഗുഡ് നൈറ്റ്. ഹായ്. മണി എങ്ക പോയിடுச்சு மணி இப்போ சொல்றதும் இல்லை, போறதும் வர்றதும் ஒண்ணுமே தெரிய மாட்டேங்கிறாங்க. ஹாய், குட் நைட், பாய். ஆலம்புள்ளி குட் நைட் டார்லிங், குட் நைட். வெள்ளிக்கிழமை 10:30 மணிக்கு உன்னை பார்த்தனே நேரமும். നാളെ ടീച്ചർ വരുന്നുണ്ടോ? എങ്കിൽ കണ്ണാടി മറക്കരുത്. ഞാൻ നാളെ വൈകിട്ട് സിനിമയ്ക്ക് പോകുക. ഓ ശരി ഏട്ടാ, പോയിട്ട് വരികേട്ടാ. അതം കുമാർ. അന്നമ്മോ ഫോണ് ശരി എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? ഷോക്കായി. അതെങ്ങനെ ശരിയായി? മനസ്സിൻ്റെ ഉള്ളിൽ, വെളിയിൽ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുഖം കണ്ടപ്പോൾ. അതെങ്ങനെ ശരിയാവും എന്നൊക്കെ മിണ്ടാതിരുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് അപ്പം അതിൻ്റെ റിയാക്ഷൻ? എന്താണ് പറയും? മനസ്സിലായില്ല. ചന്ദനത്തൊട്ടിൻ്റെ പാട്ട് തീർന്നോ? ഗുഡ് നൈറ്റ് പ്രിൻസ്. ടാറ്റ പറയുന്നു ബിനീഷേട്ടൻ. ടാറ്റാ. ഞാൻ ഈ ലൈവ്, ഈ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് പണ്ടാരാണെങ്കിൽ പോയാൽ മതി എന്നാണ് ചില ആൾക്കാരുടെ പ്രാർത്ഥന. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവിലുള്ളവരല്ല, ലൈവിൻ്റെ വെളിയിലുള്ള എൻ്റെ വീട്ടിലിരിക്കുന്നവർ. ഇനി ആരെയും പറയുന്നില്ല, എൻ്റെ വീട്ടിനകത്തിരിക്കുന്നവർക്ക് എൻ്റെ റീൽസ്, ഈ ലൈവ് ഒക്കെ സ്റ്റോപ്പായി കിട്ടിയാൽ മതിയായിരുന്നു. അവരായിട്ട് സ്റ്റോപ്പാക്കാതെ ഞാനായിട്ട് സ്റ്റോപ്പാക്കണമെന്നാണ്. സാറിൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയായിരുന്നു. മനസ്സിൽ ലഡു പൊട്ടി ഭൂം. അതിൻ്റെ റിയാക്ഷൻ പറയും. എന്താണ് അതിൻ്റെ റിയാക്ഷൻ? എനിക്ക് ആയില്ലേ? വിളിച്ചാൽ പറയാം മുത്ത. ശരി ഏട്ടാ, സാജനേട്ടാ, ഞാൻ വിളിക്കാം. വിളിക്കണം പറഞ്ഞു. എനിക്കങ്ങോട്ട് സമയം കിട്ടുന്നില്ല എന്ന് എനിക്ക് എന്താണെന്നറിയില്ല. ബിനീഷ, എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ട് ആണ് ഞാൻ പണ്ട് ആ പോലീസുകാരനെ തല്ലിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നു കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റിട്ടയർഡായി വീട്ടിൽ ഇരിക്കാമായിരുന്നു അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഫോൺ എങ്ങനെയെങ്കിലും കേട് വന്നാൽ ഈ ലൈവ് എങ്ങനെയെങ്കിലും നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതന്നെ. നമുക്കൊരു കൈ ചെലവിന് പൈസ വേണം. ആ പൈസ കിട്ടുന്ന ഒരു 2 days മാത്രം ലൈവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. കുഴപ്പമില്ല, പരവായില്ലേ, അതോടെ മറന്നു വിട്ടാളെ. പിന്നെ 3-ാമത്തെ ദിവസം പിന്നെ അത് അവർക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ കാര്യമില്ല. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് മാഡം. ജഗദീഷ്.
അതെല്ലേ, അത് ജയേട്ടൻ പോലീസുകാരനായതാണെങ്കിൽ എത്ര നന്നായിയാണ്. ജയേട്ടാ, എന്താ ജയേട്ട ഇങ്ങനെ? അതെന്നെ പണി. കൃഷ്ണമൂർത്തി, ടുമാറോ ലൈവില് കണ്ടുപോയിട്ട് വന്നാൽ ഞാൻ ഇരിക്കും. എന്ത് என்ன சொல்றாங்க கிருஷ்ணமூர்த்தி? അപ്പൊ ശരി എന്നാ പോട്ടെ. പോകുന്നു. പക്ഷെ ഫോണ് എപ്പോഴും ചതിക്കുമെന്ന് തോന്നുന്നു. ഫോൺ അത്രയ്ക്കും ജാമായതുകൊണ്ടേ. വാങ്ങിക്കല്ലോ സാജൻ കേട്ടോ. ജയേട്ട എന്താ ഒരു ഹാർട്ട് അയച്ചിരിക്കുന്നു, വേറെ ലെവൽ. ആ മീശ കണ്ടാൽ അറിയാം ജയേട്ടാ, ആ മീശ കണ്ടാൽ അറിയാം. പോലീസുകാരനാകേണ്ടതായിരുന്നു, എന്ത് ചെയ്യാനാ ഏട്ടാ. ഐ ആം ചെന്നൈ. വിഘ്നേഷ്, ഓക്കെ ഓക്കെ. ഐ ആം കോയമ്പത്തൂർ ഇപ്പോ നൗ. സോ കേരള. ഗുഡ് നൈറ്റ് സുന്ദർ. ഗുഡ് മോർണിംഗ് മണി. കമ്മിങ് ബാക്ക്. ഐ ആം കമ്മിങ് ബാക്ക്. എവിടെയായിരുന്നു ഞാൻ? എത്ര വിളിച്ചു മണി? எவ்வளோ டைம் கூப்பிட்டான்னு தெரியுங்களா மணி? மணி சொல்லாமல் போக மாட்டேனே, என்ன ஒரு குட் நைட்டும் கூட சொல்லாமல் போயிட்டேனே சொல்லிட்டு. ஓகே மணி. பார்த்திபன் சூர்யா, ஹாய் மணி. சாப்பிட்டீங்களா மணி? ഓക്കെ, അപ്പം ശരിയെന്ന്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നാളെ ഉച്ചയ്ക്ക് കാണാം. നാളെ ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. സാജൻ ഭായി, അതൊക്കെ എന്നെ പോയി. എന്താ ചെയ്യാ. അന്നമ്മോ, കൊട്ടേക്കാട് പേര് ഞാനും പാർവതി ചേച്ചിയും ചെറിയ മോനും അങ്ങോട്ട് വരാം. ഒരു 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ മതി. അതിനുള്ള പൈസ തരാം. ആ പൈസക്ക് വീട് പണിയും തുടങ്ങാം. എങ്ങനെയുണ്ട് അന്നമ്മോ? ആണോ? അങ്ങനെയാണോ? പാർത്ഥിബൻ സൂര്യ, കമ്മൽ പഴയതാണോ? അതെ ഏട്ടാ. എൻ്റെ അടുത്താണോ ചോദിച്ചത്? അത് പാർത്ഥിബൻ സൂര്യനോടാണ് ചോദിച്ചത്. സുന്ദർ, ഗുഡ് നൈറ്റ്. കണ്ണൻ ഗുഡ് നൈറ്റ്. സുന്ദർ, ഗുഡ് മോർണിംഗ് ടാ. കൃഷ്ണമൂർത്തി, ഗുഡ് നൈറ്റ്. സീ യു ടുമാറോ. ഓക്കെ. ഇന്നേക്കു വിട്ട് കോളേജ് ഫെസ്റ്റിവൽ ഡേ ഫങ്ഷൻ ഓക്കെ ഓക്കെ. അതെന്നെ പണി. മഹാരാജ ഭാരതി, ഗുഡ് നൈറ്റ് ഡിയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ചൊറിച്ചില് നോക്കിയതാ. മുഖത്തൊക്കെ കുരുവ് എന്നിട്ട് അവിടെ ചൂട് കൊണ്ടാണോന്ന് അറിയില്ല. ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ഗുഡ് നൈറ്റ് ബാലമുരളി. ഞാൻ പോകുന്നു കേട്ടോ. ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്, പോകുന്നു. സോനു കുമാർ സിംഗ്, പോവാ കേട്ടോളേ. ശരി കേട്ടോളേ, പോയിട്ട് വരി. പാർത്ഥിബൻ സൂര്യ, ജസ്റ്റ് ഫൺ. ഐ ഡോണ്ട് മലയാളം. യാറ്. ഓക്കെ. അനന്തോടെ ചോദിച്ചത് പാർത്ഥിബൻ കമ്മൽ ഇട്ടില്ല. விஷால் சமுத்திரக்கணி வந்தாங்கப்பா. அப்படியா? கூட இருந்து செல்ஃபி எடுத்துட்டீங்களா? குட் நைட், ஸ்வீட் ட்ரீம்ஸ், ஸ்வீட் ஹார்ட். ஓகே மணி, நானும் கிளம்புறேன். நாளைக்கு மதியானம் சந்திக்கும் வரை வணக்கம். തമിഴ് അല്ലേ പഠിച്ച കുറച്ച്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ പോകുന്നു. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റ. ഇതൊക്കെ നല്ല ഉറക്കം വരുന്നു. അന്നമ്മോ, എന്നാൽ ശരി. ഗുഡ് നൈറ്റ്. ടാറ്റാ ടാറ്റാ. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ ഓക്കെ, ടാറ്റ. ഉറക്കം വരുന്നു.